1979 കാലത്താണ് ഇത് കേന്ദ്രീയ ഗവൺമെന്റ് വിദ്യാപീഠമായിട്ട് മാറിയത്. അതിനു മുമ്പ് ഈ സ്ഥാപനം 74 മുതൽ 78 കാലം വരെ ഒരു വിദ്യാപീഠമായിട്ട് പ്രവർത്തിച്ചു. ആ സന്ദർഭത്തിൽ ഈ സ്ഥാപനത്തിൽ വളരെ വിദ്യാനിഷ്ണാതരായുള്ള അധ്യാപകന്മാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാ ശാസ്ത്രശാഖകളിലും അതീവ പാണ്ഡിത്യമുള്ള വളരെയധികം ശ്രദ്ധേയരായ, എന്നാൽ ഒട്ടും തന്നെ യശസ് ആഗ്രഹിക്കാത്ത, ഒട്ടും തന്നെ ആഗ്രഹങ്ങളില്ലാത്ത കുറേ മനുഷ്യർ, അങ്ങനെയുള്ളവരുടെ ഒരു ലോകം നമുക്കിവിടെ കാണാമായിരുന്നു. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുടെ പേര് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും മറന്നു തുടങ്ങിയ നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടി ഞാൻ ഒന്ന് പറയാം. ഒന്ന്, പണ്ഡിതരാജൻ കലക്കത്ത് ഗോവിന്ദൻ നമ്പ്യാർ. ലോകം അറിയുന്ന, കേരളവും ഇന്ത്യയും അറിയുന്ന നല്ല ഒരു സംസ്കൃത പണ്ഡിതൻ, വൈയാകരണനാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായ മേനേടത്ത് ഗോവിന്ദൻ നമ്പ്യാർ. രണ്ടുപേരും ഒരേ കാലിയിൽ പഠിച്ചവരാണ്. തഞ്ചാവൂരിൽ നിന്ന് പഠിച്ചു വന്ന രണ്ട് അധ്യാപകന്മാരായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ സംസ്കൃത സാഹിത്യവും വ്യാകരണവും മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ദാമോദര പിഷാരടിനാണ്. അദ്ദേഹമാകട്ടെ തൃപ്പൂണിത്തുറയിലാണ് തുടക്കമെങ്കിലും കുറച്ചു കാലം നമ്മുടെ അടുത്ത് വന്നു സാഹിത്യവും ഒരു പ്രയാസമില്ലാതെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. സുഗളാർത്ഥമാല എന്ന ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എത്ര മനോഹരമായ വ്യാഖ്യാനമാണ് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. പിന്നെ ഒരു ന്യായശാസ്ത്രത്തിൽ അതീവ പണ്ഡിതനായുള്ള ഒരു രാമൻ നമ്പ്യാർ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. എങ്ങനെയാണ് ദിനകരി പഠിക്കേണ്ടത്, മുക്കാവലി എങ്ങനെ പഠിക്കണം എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാമൻ നമ്പ്യാർ. ആ പേരിലാണ് ഒരു അവാർഡ് എന്നിവിടെ പറയേണ്ടത്. ഇനിയുമുണ്ട് ആ കൂട്ടത്തിൽ ഒരു അച്യുതൻ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ മേശപ്പുറത്ത് കയറിയിരിക്കും. അത് കഴിഞ്ഞ് ആരോടും പുസ്തകമൊന്നും ചോദിക്കില്ല. ഒരു പുസ്തകവും അദ്ദേഹത്തിന് വേണ്ട, ഒക്കെ വൈകാട്ട്. സാഹിത്യങ്ങളൊക്കെ തുടക്കം മുതൽ അങ്ങ് പറഞ്ഞു പോയാൽ ഒരു വിഷമമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരായിരുന്നു. അങ്ങനെ ഒരു മാഷ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഇവരൊക്കെ ധാർമ്മികമായിട്ടും മറ്റു തരത്തിലും എല്ലാം നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വേറൊരു മാഷായിരുന്നു നമ്മുടെ PC വാസുദേവരായ മാഷ്. ഇങ്ങനെയുള്ള സമാരാധ്യരായ ധാരാളം ഗുരുനാഥന്മാരുടെ ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന പീരീഡ്. ഇനി അതിൻ്റെ പുറകിലേക്ക് ഒന്ന് യാത്ര ചെയ്താൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന PC വാസുദേവരടേവൻ്റെ അച്ഛൻ, അതും ഒരു വാസുദേവരടേവ് തന്നെയാണ്. അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ ചെറുകാട് മാഷ്, MV ശങ്കുണ്ണി നായർ മാഷ് തുടങ്ങിയ ആൾക്കാർ. ആ പഠിപ്പിക്കുന്ന കാലത്ത് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുസൃതി ഉണ്ടല്ലോ, ഈ ഒരു കുസൃതിയെക്കുറിച്ച് ചെറുകാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, രഘുവംശം 2ാം സർഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശിഷ്യന്മാർക്ക് ഒരു സംശയം ഉണ്ടായത്. വാസ്തവത്തിൽ രഘുവിൻ്റെ അച്ഛൻ ആരാ എന്നുള്ളതായിരുന്നു സംശയം. ദിലീപനാണെന്ന് പറയുന്നു, അതല്ല വേറെ ഒരു ആണോ എന്നൊരു സംശയം കുട്ടികളുടെ ഇടയിലുണ്ടായി. ഈ സംശയം എങ്ങനെയോ നമ്മുടെ വലിയ ഇളയമാരുടെ ചെവിയിലെത്തി. അന്ന് അദ്ദേഹം ആ കുട്ടിയെ അടുത്ത് വിളിച്ചു, ആവശ്യത്തിലധികം ശാസിച്ചു. ഈ രഘുവംശത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് ഇത്ര മോശമായിട്ട് പറയാൻ പാടുണ്ടോ? താൻ എന്താ എവിടെയാണ് നിൽക്കുന്നത് അറിയോ? ഏതാ സ്ഥാപനം അറിയോ? ഇത്ര അധർമ്മം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് കഠിനമായി ക്ഷോഭിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് പഠനം തുടരാൻ കഴിയാണ്ട് മടങ്ങി പോകേണ്ട ഒരവസ്ഥ, തിരിച്ചു പോകാൻ നിൽക്കുക. ആ സമയത്ത് ഈ അധ്യാപകൻ വിളിച്ചിട്ട് ഈ ശിഷ്യരെ വിളിച്ചിട്ട് പറയാം,
അന്ന് ഞാൻ തന്നോട് സംസാരിച്ചത് കുറച്ച് അധികമായിപ്പോയി എനിക്ക് തോന്നുന്നു. അത് ഞാൻ അത്ര ക്ഷോഭിക്കാൻ പാടില്ലായിരുന്നു, കുട്ടികളോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് ഒരു പശ്ചാത്താപത്തോടു കൂടി, ഒരു വിഷമത്തോടു കൂടി ആ ശിഷ്യനോട് ഈ ഗുരുനാഥൻ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ താടനവും ലാളനവും തൻ്റെ തൊഴിലിൻ്റെ രണ്ട് വശമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹാനുഭാവന്റെ കഥ. ഇദ്ദേഹത്തെക്കുറിച്ച് അത്യാദരവോടുകൂടിയാണ് ചെറുകാട് ജീവിതപാതയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മഹാന്മാരായ അധ്യാപകന്മാരുടെ ഒരു പൂർവ്വകാലം നമുക്ക് ഉണ്ടായിരുന്നു. അന്ന് ആ കോളേജിൻ്റെ പേര് സാഹിത്യ ദീപിക സംസ്കൃത കോളേജ് എന്നാണ്. അവിടെ സംസ്കൃതത്തിലും മലയാളത്തിലുള്ള വിദ്വാൻ ശിരോമണി എന്നീ 2 പരീക്ഷകളാണ് കാര്യമായിട്ട് നടത്തിയിരുന്നത്. പിന്നീട് അത് വിദ്യാപീഠമായി മാറി ഇപ്പോൾ ഇത് കേന്ദ്രീയ യൂണിവേഴ്സിറ്റി എന്ന ലെവലിൽ വരെ എത്തിയിരിക്കുന്നു. ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് പ്രചോദനം നൽകുന്ന മഹാരഥന്മാരായ അധ്യാപകന്മാരെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രീ മാധവൻ മാഷും കൂട്ടരും ആരംഭിച്ചിട്ടുള്ള ഈ യജ്ഞത്തിന് സർവ്വവിധ ഭാവങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യം വരുന്ന പക്ഷം ഇനിയും എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.